ഹലോ, ഒരു കല്യാണത്തിന് റെഡി ആയാലോ? കല്യാണം ആരുടെയാന്ന് ചോദിച്ചാൽ ഇത് എൻ്റെ റൂമാട്ടോ. ഈ റൂമിന്റെ ഈ വിൻഡോ തുറക്കുമ്പോൾ ദേ നിങ്ങൾക്ക് ഒരു പന്തലിട്ടിരിക്കുന്ന കാണാമോ? ആ വീട്ടില് എനിക്കൊരു അനിയനുണ്ട്, അവന്റെ കല്യാണമാണ്. ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സ്. ആദ്യം സാരി ആയിരുന്നു കരുതിയത്, പിന്നെ മഴയായോണ്ട് മാറ്റി. ആൻഡ് റെഡി ആവാനും എൻ്റെ കയ്യിൽ വളരെ കുറച്ച് പ്രോഡക്ട്സേ ഉള്ളൂ. ആസ് യൂഷ്വൽ ആദ്യം സൺസ്ക്രീൻ ഇട്ടു. ഇനി ഐബ്രോസ് ശരിയാക്കണം. എൻ്റെ കയ്യിൽ ഐബ്രോ ഡിഫൈനർ ഇല്ല, അതുകൊണ്ട് തൽക്കാലം കാജൽ യൂസ് ചെയ്യാണ്. പക്ഷേ കാജൽ യൂസ് ചെയ്യുമ്പം ഇങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് പറ്റും, പിന്നെ അത് ഡിഫൈൻഡ് ആക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. തൽക്കാലം ഒരു ആംഗുലർ ബ്രഷ് വെച്ച് ഞാനിവിടെ ഫില്ല് ചെയ്തത് ശരിയാക്കുന്നുണ്ട്. എങ്കിലും കണ്ടോ, ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ആയിരിക്കും. കാജലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ ലൈറ്റ് സ്ട്രോക്സേ കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ഒരുവിധം അഡ്ജസ്റ്റായി വന്നു, എങ്കിലും കുറേയൊക്കെ ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കണ്ണിന് കുറച്ച് കളർ ഇടുന്നോട്ടെ. അപ്പം ഐ ഷാഡോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, കണ്ണിനൊരു വെളിച്ചം വന്നു. ഇനി നെക്സ്റ്റ് ബ്ലഷ് ഇടാം. ഇതൊരു ചീക്ക് ടിൻ്റാണ്. 2 ഡോട്ട്സ് 2 സൈഡിലും ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. ഈ ബ്ലഷൊക്കെ ഇടുന്നത് അത്ര അത്യാവശ്യമൊന്നുമുള്ള കാര്യമല്ല, പക്ഷേ ബ്ലഷൊക്കെ ഇടുമ്പോൾ എപ്പോഴും നമ്മളൊരു ഫ്രഷ് ആയിട്ട് തോന്നും. ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് എന്തോ കോമഡി പറഞ്ഞു കേട്ടോ, അതാണ് ഞാൻ ചിരിച്ചത്. ഇനി ഐലൈനറും ഇല്ല, അതുകൊണ്ട് സെയിം കാജൽ ഉപയോഗിച്ച് ഞാൻ ഐസിൻ്റെ മുകളിൽ എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു ഡിഫറെൻറ്റ് ലുക്കാണ്. ഐബ്രോസും ഞാൻ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തു. ഇനി അടുത്തത് മസ്കാരയാണ്. മസ്കാര എഴുതുമ്പോൾ ആദ്യമേ എപ്പോഴും താഴത്തെ എഴുതുന്നത് നല്ലതായിരിക്കും. മുകളിൽ എഴുതിയിട്ട് പിന്നെ താഴെ എഴുതാൻ നിൽക്കുമ്പോഴത്തേക്കും മുകളിലത്തത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ മസ്കാരയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ലിപ്സ്റ്റിക്കാണ്. ഞാൻ നേരത്തെ ഐലാഷസിൻ്റെ മുകളിൽ എഴുതിയ സെയിം കളറാണ്. എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ഞാൻ എല്ലാ വീഡിയോസിലും ഇത് പറയാറുണ്ട്. ഇന്നിപ്പോൾ കല്യാണമൊക്കെ ആയതുകൊണ്ട് ഒന്ന് ഷൈനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാനൊരു ഗ്ലോസും കൂടെ ഇടുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഒരു പൊട്ടും കൂടെ ഇട്ടാൽ മതി. ആൻഡ് ഇതാണ് ഫൈനൽ ലുക്ക്. 2 കുഞ്ഞ് നെക്ക് ചെയിൻസ് ഒക്കെ ഇട്ടു. പിന്നെ കയ്യിലൊരു ഗോൾഡൻ വാച്ചും അപ്പുറത്തെ കയ്യിലൊരു വളയും. ഇനി കല്യാണത്തിന് പോയാലോ? തൊട്ടടുത്താട്ടോ കല്യാണം, അതുകൊണ്ട് ഞാൻ നടന്നാ പോകുന്നത്. അപ്പോൾ മുടിയൊക്കെ കെട്ടി വെച്ചു. ബൈ ദ വേ, പെങ്കൊച്ചും നമ്മുടെ ആൾ തന്നെ കേട്ടോ. ഈ വഴിയിൽ തന്നെയാണ് അവളുടെയും വീട്. ഇതാണ് നമ്മുടെ നവദമ്പതികൾ. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തെ കൈ പിടിച്ച് കൊടുക്കുന്ന ചടങ്ങാണ്. ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് സദ്യയൊക്കെ കഴിച്ച് ഒരുവിധം വീട്ടിലെത്തി. മഴയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ, ഭയങ്കര ചൂടായിരുന്നു. മേ ബി ഹ്യൂമിഡിറ്റി കൂടിയതുകൊണ്ടാവാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.